തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. സീനിയർ അഭിഭാഷകൻ ബെയിലിൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. ജൂനിയർ അഭിഭാഷക ശ്യാമിലിക്കാണ് പരിക്കേറ്റത്. യുവതിയുടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റു. അഭിഭാഷകൻ മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. മുഖത്ത് അടക്കം വലിയ പരുക്കുണ്ട്. പോകണ്ടെന്ന് പറയുമ്പോ ആ ദേഷ്യത്തില് അതായത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സാധനം തടയുവാണല്ലോ. പോകണ്ട സാർ, ഇപ്പൊ പോകണ്ട, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. അപ്പൊ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് പരാതി കൊടുത്തില്ലേ? ഇല്ല, പരാതി ഒന്നും കൊടുത്തില്ല. സ്ഥിരമായിട്ടുള്ളതാണിത്. സ്ഥിരം ഇങ്ങനെ കയ്യേറുന്ന വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് അവർ പെരുമാറുന്നത്. വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ. ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാലും അറിയാം. ആ ഓഫീസിൽ ആരും നിക്കത്തില്ല. ഇല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. അപ്പോ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ ഇയാൾ ഇത്തരത്തിലാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട്? അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അല്ലാതെ ഇപ്പൊ ഈ ഓഫീസിൽ ആരും നിക്കത്തില്ല എന്നുള്ള, കാരണം സാറിന്റെ ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ഇനി ഇതിനു മുമ്പ് വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതിനകത്ത് വേറെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സംഭവത്തെ കുറിച്ച് തുടക്കം പറയാമോ? എന്താണ് സംഭവിച്ചത്, എന്നാണ്, എങ്ങനെയാണ്? ഇന്ന് 12:30 ആണ് സംഭവം. ഞാൻ ഇന്ന് രാവിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഫാസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു വെക്കേഷൻ പോയിട്ട്. അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു, സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വോൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാർ ഇറങ്ങി പോകുന്നു. ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിച്ച് ആദ്യം താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക, വീണ്ടും പോവാ. ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ശ്യാമിലോട് വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയോ ചെയ്തിട്ടുണ്ടോ? മോശമായിട്ട് പെരുമാറുക, ഇതാ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ ഭാഗമൊന്നും കേൾക്കില്ല. സാറിന് തോന്നുന്നത് പറയാ, ഫയൽസ് എടുത്ത് മുഖത്തെറിയ. അത് എന്നോട് മാത്രമല്ല, ഈ ഓഫീസിലുള്ള മിക്ക ജൂനിയേഴ്സിനോടും ഇതാ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ട, കാര്യമില്ല, കാരണമില്ല, ഒന്നും പറയില്ല, നാളെ മുതൽ ഓഫീസിൽ വരണ്ട. നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്ന കുഴപ്പമില്ല. അസോസിയേഷനിൽ ഞാൻ നേരിട്ട് പോയില്ല. ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസോസിയേഷനിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ കണ്ടു നിൽക്കുകയാണ് അടിക്കുകയും വീഴ്ത്തുകയും ചെയ്തത്. ഇതാരെങ്കിലും തടയാനായിട്ടോ അങ്ങനെ ശ്രമിച്ചു? ഇല്ല, ആരും തടയാനായിട്ട്. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ മുമ്പ് തല്ലിയിട്ടുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോന്ന് അന്ന് മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം. ഇപ്പൊ കേസിന്റെ കാര്യം ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ ഇടാത്തെന്നൊക്കെ പറഞ്ഞ് ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, മുഖത്തൂടെ വലിച്ചെറിയും. അപ്പോ എനിക്ക് മാത്രമല്ല, ഇതൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഓഫീസിൽ 2-3 അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ മാത്രമല്ല, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് ഉൾപ്പെടെ ആനന്ദേട്ടൻ 2-3 തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ വീണ്ടും എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം. ഒരു മനുഷ്യനെ താഴാൻ പറ്റുന്നതിന്റെ അത്രയും താഴ്ന്ന് വിളിക്കും. എത്ര കാലമായിട്ട് ഈ അപേക്ഷ കൂടുതൽ ശ്യാമിലിയുണ്ട്? എത്ര കാലമായി വർക്ക് ചെയ്യുന്നു ഈ അപേക്ഷയോടൊപ്പം? 3 വർഷമായിട്ട്. ഞാൻ
ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും അതിന്റെ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്.